വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുഷ്പ ടു ദ റൂൾ എന്നുള്ള പടം കണ്ടിരിക്കുകയാണ്. ഈ പടത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ 3 മണിക്കൂർ 21 മിനിറ്റാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നമുക്കറിയാമായിരുന്നു മീൻസ് ഫസ്റ്റ് ഹാഫ് വന്നിട്ട് 1 മണിക്കൂർ 40 മിനിറ്റും സെക്കൻഡ് ഹാഫ് വന്നിട്ട് 1 മണിക്കൂർ 41 മിനിറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ശരിക്കുള്ള നെഗറ്റീവ്. എമ്മാതിരി വലിച്ച് നീട്ടി ഒരു പടം എന്നൊക്കെ പറഞ്ഞാൽ 3 മണിക്കൂർ 2.5 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. ഈ പടം 3 മണിക്കൂർ 21, അതായത് 3.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. മീൻസ് സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. മീൻസ് അത് അത്രയും സെക്കൻഡ് ഹാഫ് അത്രയും വധമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ തുടക്കം ഒരു സീൻ ഉണ്ടായിരുന്നു. മീൻസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞത് ഇൻ്റർവെൽ കഴിഞ്ഞതും ഫസ്റ്റ് ഒരു ചേസിങ് സീനാണെങ്കിലും മീൻസ് അതായത് ഒരു സീൻ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. മീൻസ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫസ്റ്റ് ഹാഫ് നോർമലി ഇങ്ങനെ പോകുന്നുണ്ട്. മീൻസ് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് നോർമലി പിടിച്ചിരുത്തുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ കയറിപ്പോകുമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുമെന്ന് വിചാരിച്ചാൽ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ആ സീന് കഴിഞ്ഞത് പിന്നെ തുടങ്ങാൻ തുടങ്ങി ഇഴയൽ ഇങ്ങനെ യോ അയ്യ. ഇതിൽ മറ്റേ അതിന് ശേഷം ക്ലൈമാക്സിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. മീൻസ് കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഒരുമാതിരി പുഴു ഇഴഞ്ഞ് പോയിട്ട് അടിക്കണ പോലത്തെ അമ്മോ വേറെ ലെവൽ സൂപ്പർ. ഇത് എങ്ങനെയാണ് ചോദിച്ചത് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മീൻസ് പുഷ്പയിലെ ഫസ്റ്റ് പാർട്ടിൽ ഇവൻ്റെ ബാക്കിൽ കൈ കെട്ടിയിട്ട് തലയിൽ ഒരു സംഭവം ഇട്ടിട്ട് ആ ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ലപോലെ എടുത്തിട്ടുള്ള സാധനമായിരുന്നു. അത് ഇവർ പ്രതീക്ഷിച്ചെടുത്താണെന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം ആൾ കൈയും കാലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കടിച്ച് കൊല്ലുക ആൾക്കാരനെ, കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, പൊളി വേറെ ലെവലായിട്ട്. അയ്യോ അയ്യ. പിന്നെ വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ ഇങ്ങനെ എത്തുമ്പോൾ ഹാപ്പി എൻഡിങ്, അത് ജിസ് ജോയ് പടം പോലെ. എനിക്ക് വയ്യ ഗൈസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഇനിയും മറ്റേ ഫഹദിൻ്റെ വല്ല സീൻ ഉണ്ടാവും, ക്ലൈമാക്സ് ഇനിയും വരാറുണ്ട്. കാരണം 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടല്ലോ പടം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നോക്കണോ ലാസ്റ്റ് ഒരു ഹാപ്പി എൻഡിങ്ങിൽ സുകുമാർ അണ്ണൻ്റെ ഫിലിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക. എന്താ പറയേണ്ടത്? അയ്യോ വയ്യ. ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ അല്ലു അർജുൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അണ്ണൻ ഇതിൽ എന്തോ എനിക്കറിയില്ല, മറ്റേ ഇപ്പോഴും ആ ഒരു ട്രോമ മാറിയിട്ടില്ല. മീൻസ് ഈ പടം കണ്ടതിൻ്റെ മീൻസ് ആ പുഴുവായിട്ടുള്ള ഫൈറ്റ്, കൈയും കാലം കെട്ടിയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അയ്യോ സൂപ്പർ, അങ്ങനെ അടിപൊളിയുണ്ട്. പിന്നെ വന്നിട്ട് അത്രയൊക്കെ തന്നെ ഉള്ളു പറയാനുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ ഇതിൽ സാം സിയസും അതുപോലെ തന്നെ DSP രണ്ടുപേരും കൂടെയാണ് തോന്നുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക്കൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പടം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം. പിന്നെ അതുപോലെ തന്നെ മേക്കിംഗ് വെച്ച് നല്ല പണം എറിഞ്ഞിട്ടുണ്ട് അണ്ണന്മാർ. മേക്കിംഗ് ഒക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. മീൻസ് ഒരു കാര്യമില്ല പടം. മീൻസ് നമ്മൾ ഭാഗ്യത്തിന് ഫാൻ ഷോ പോയതാണെങ്കിൽ ഉറപ്പായി ഉറങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പടത്തിൻ്റെ മ്യൂസിക് കേട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു പടോടെ മീൻസ് കണ്ടു വന്നു, തൃപ്തിയായി. സീരിയസ്ലി സൂപ്പർ ഗൈസ്, കീപ് ഇറ്റ് അപ്പ്. ഇതൊന്നുമല്ല വിറ്റ് ഇനിയില്ലേ പുഷ്പ 3 വരുന്നുണ്ട്. ഇത് 3 കഴിഞ്ഞ് 4, 5, 8 വരെ ഉണ്ടെന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വെറുതെ ഞാൻ തള്ളിയതാണ്. പക്ഷേ പുഷ്പ 3 വരുന്നുണ്ട്. സംഭവം വന്നിട്ട് പുഷ്പ 3യിലാണ് സംഭവം ഇറുക്ക് മീൻസ് പണി വെക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കുന്ന നമുക്ക് പ്രതീക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുഷ്പ 1 ഇഷ്ടപ്പെട്ട ചോദിച്ചാൽ ഓക്കെ, ആ ഒരു ഫീൽ തന്നെ ഉള്ളൂ. അല്ലാതെ അതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ പടം എനിക്ക് ഇഷ്ടപ്പെടും, അത്രേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ചിട്ട്. താങ്ക് യു ഫോർ ചൂസിങ് നെജിമേക്കെ ചാനൽ. ഇതാരും കാണാൻ പോകണമെന്നില്ല, എന്നാൽ വെറുതെ ഇടും. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട, നോ പ്രോബ്ലം.